നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് AMC അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഇന്ത്യയിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമ്മൾ വ്യക്തമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. IAS എന്ന് പറയുന്ന 3 അക്ഷരത്തിന്റെ വില അറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് അറിയണമെന്ന് മമ്മൂക്ക കിങ്ങിൽ പറയുന്ന പോലെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് വ്യക്തമായിട്ടൊരു ധാരണ അറിയണമെങ്കിൽ ആദ്യം നമ്മൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയണം എന്നുള്ള കാര്യം 100% ഷുവറാണ്. അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്ന ഈ കോഴ്സിലേക്ക് ആദ്യം മ്യൂച്വൽ ഫണ്ട്സിന് സംസാരിക്കുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്താണെന്ന് കവർ ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചത്. അപ്പോൾ എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് A to Z പഠിപ്പിക്കുന്ന മ്യൂച്വൽ ഫണ്ട് യൂണിവേഴ്സ് എന്ന് പറയുന്ന എക്സ്ക്ലൂസീവ് കോഴ്സിലേക്ക് സ്വാഗതം. എൻ്റെ പേര് തോമസ് വർഗീസ് എന്നാണ്. ഈ കോഴ്സ് എന്ന് പറയുന്നത് എല്ലാ സൺഡേയും 11 മണിക്കായിരിക്കും നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ ചാനലിലൂടെ വരാൻ പോകുന്നത്. ഈ ചാനലിൽ ഇത് 3ാമത്തെ വീഡിയോ ആണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട്സ് യൂണിവേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ചെയ്യുന്നത്. ഇതിന് തൊട്ട് മുമ്പ് വേറെ 2 വീഡിയോ ചെയ്തായിരുന്നു. അതെല്ലാം അതും പ്ലേലിസ്റ്റ് ആക്കിയിട്ട് എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് 2 കാണാത്തവരാണെങ്കിൽ ആദ്യം അത് 2 കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. അത് ആദ്യം കണ്ടില്ലെങ്കിൽ ആ ഫ്ലോ ഓഫ് ലേണിംഗ് നിങ്ങൾക്ക് കുറച്ച് മിസ്സിംഗ് ആയി പോകുമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് ഒത്തിരി എഫേർട്ട് ഇട്ട് എല്ലാ മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് ഏറ്റവും ബേസിക് തുടങ്ങി അങ്ങേയറ്റം വരെ നമുക്ക് എല്ലാം അറിയേണ്ട കാര്യങ്ങൾ ചെയ്യുന്ന ഒരു കോഴ്സ് ആയതുകൊണ്ട് എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഇങ്ങോട്ട് വരാനായിട്ട്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ടാവും. ആ ലൈക്ക് ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ്, നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഊർജ്ജം ഞങ്ങൾക്ക് ഡെഫിനറ്റ്ലി തരും. അത് മാത്രമല്ല, ഈ വീഡിയോ കുറച്ചും കൂടി ഹയർ റാങ്കിങ്ങിലേക്ക് വരാനും നിങ്ങളുടെ ഈ ലൈക്ക് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക. എല്ലാവർക്കും വീണ്ടും നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് AMC ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. അതിന്റെ തൊട്ട് പുറകെ ഞാൻ റിപ്ലൈ ചെയ്യണമായിരിക്കും അത് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. എന്തായാലും കമന്റ് ബോക്സിൽ ഇടുക. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഏതാണ്? അപ്പോൾ AMC അല്ലെങ്കിൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്ന ഇന്ത്യയിൽ ഇന്ന് 3 തരം അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് പ്യുവർലി ഇൻവെസ്റ്റ്മെന്റ്സ്, അതായത് ഫൈനാൻസ് ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചുള്ള അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്. പ്യുവർലി ഫൈനാൻഷ്യൽ മാറ്റേഴ്സ് മാത്രം മാനേജ് ചെയ്യുന്ന അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഒരു സൈഡിൽ. ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ്. നിങ്ങൾ പലവരും കേട്ട് കാണും, JLL എന്നൊക്കെ കേട്ട് കാണും. അവര് റിയൽ എസ്റ്റേറ്റ് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ്. ഗ്ലോബലി പ്രസൻസ് ഉള്ള കമ്പനീസ് ആണ്. അവരും ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വീഴുന്ന ആൾക്കാരാണ്. അതല്ലാതെ വേറൊരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി, സെറ്റ് ഓഫ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നത് ഈ ലോൺ ബുക്ക് റീസ്ട്രക്ചർ ചെയ്യുന്ന ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അതിന് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനി എന്ന് പറയും. അറ്റ് ദ സെയിം ടൈം അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയും. അങ്ങനെ ഇന്ത്യയിൽ 3 തരം കമ്പനീസിനെയാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്നുള്ള പേരിൽ നമ്മൾ എക്കണോമിക് ടൈംസിലാണെങ്കിൽ എവിടെ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ 3 ടൈപ്പ് കമ്പനീസിനാണ്. ഇതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻസ് ബേസ്ഡ് ആയിട്ടുള്ള അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിനെ കുറിച്ചാണ്. ബാക്കി 2 തൽക്കാലം നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്നത് മാനുഫാക്ചറേഴ്സ് ആണ്. ഒരു സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മാരുതി എന്ന് പറയുന്ന കമ്പനി കാർ മാനുഫാക്ചർ ചെയ്യുന്ന പോലെ, അറ്റ് ദ സെയിം ടൈം ITC എന്ന് പറയുന്ന കമ്പനി സോപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന പോലെ, അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് എന്ന് പറയുന്ന കമ്പനീസ് മാനുഫാക്ചർ ചെയ്യുന്നത് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആണ്. ഈ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് പലതരം ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ് ആവാം. അതിലൊന്ന് മ്യൂച്വൽ ഫണ്ട് ആവാം, ഒന്ന് PMS ആവാം, പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആവാം, 3 AIF അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ആവാം. ഇങ്ങനെ പലതായിട്ടുള്ള ഫണ്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് വിളിക്കുന്നത്. AMCs മാനുഫാക്ചർ ചെയ്യുന്നത് കംപ്ലീറ്റ്ലി സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് അല്ലെങ്കിൽ സെബിയുടെ കംപ്ലീറ്റ് ഫ്രെയിം വർക്കിന് അകത്തിരുന്നുകൊണ്ടാണ്. സെബി എന്താണ് പറയുന്നത് അതിന്റെ എക്സാക്ട് രീതികളിൽ മാത്രമാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനീനെ അവരുടേതായ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഇനി AMCയുടെ ഒരു ബിസിനസ് മോഡൽ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതിന്റെ ബിസിനസ് മോഡൽ, ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ബിസിനസ് മോഡൽ വളരെ ലീൻ ബിസിനസ് മോഡൽ, ലീൻ സ്ട്രാറ്റജി ബിസിനസ് മോഡലാണ്. അതിന്റെ അർത്ഥം അവർ കോസ്റ്റ് ഒത്തിരി കുറച്ച്, ഡെറ്റ് കടങ്ങളും ഒത്തിരി കുറച്ചിട്ടുള്ളൊരു ബിസിനസ് മോഡലാണ് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്ന കമ്പനി ടോട്ടലി മാനേജ് ചെയ്യുന്ന 3.2 lakh crores ഓഫ് അസറ്റ് ആണ്. ഇത്രയും ലാർജ് ആയിട്ടുള്ള അസറ്റ് സൈസ് മാനേജ് ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഉള്ള എംപ്ലോയീസ് എന്ന് പറയുന്നത് വെറും 1000 എംപ്ലോയീസേ ഉള്ളൂ. അവരുടെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത് 221 ബ്രാഞ്ചസേ ഉള്ളൂ. അപ്പോൾ
3.2 lakh crore എവിടെ കിടക്കുന്നു? 1000 എംപ്ലോയീസ് എവിടെ കിടക്കുന്നു? ഒരു ബാങ്ക് ആണെങ്കിൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, ഒരു 40,000 to 50,000 എങ്കിലും എംപ്ലോയ്മെന്റ് ഡെഫിനറ്റ്ലി ഒരു ബാങ്ക് ക്രിയേറ്റ് ചെയ്യും. പക്ഷെ ഒരു AMCയുടെ വർക്ക് മോഡൽ അതായിരിക്കില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. അപ്പോൾ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്താണെന്നും അവരുടെ വേ ഓഫ് ബിസിനസ് എന്താണെന്നും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ്. എല്ലാ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഉള്ള പോലെ ടോപ്പ് മാനേജ്മെന്റ് ആയിട്ട് ഒരു സിഇഒയും CFOയും അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിനും അതുപോലെ തന്നെ ഉണ്ടാവും. പക്ഷെ ഒരു ഡിഫറൻസ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന് ഫണ്ട് മാനേജേഴ്സും ഇക്വിറ്റി അനലിസ്റ്റ് ടീംസും കാണും. ഒരു AMC എന്നുള്ള നിലയിൽ 2 തരം ഫണ്ട് മാനേജേഴ്സ് ആണ് ഒരു AMCയിൽ ഒരു ടോപ്പ് ലെവൽ ഫണ്ട് മാനേജേഴ്സ് ഉള്ളത്. ഒരാൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇക്വിറ്റി മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ ആയിരിക്കും. മറ്റേ ആൾ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡെറ്റ് മാനേജ് ചെയ്യുന്ന ഒരു ഫണ്ട് മാനേജർ ആയിരിക്കും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇക്വിറ്റി ഫണ്ട് മാനേജ്മെന്റിനും ഡെറ്റ് ഫണ്ട് മാനേജ്മെന്റിനും വേണ്ടത് രണ്ട് സ്കിൽസ് ആണ്. അതുകൊണ്ടാണ് ഒരു AMCക്കകത്ത് 2 ഫണ്ട് മാനേജേഴ്സ്, ഫണ്ട് ഹെഡ്സ് ഉള്ളത്. അറ്റ് ദ സെയിം ടൈം ഈ 2 ഫണ്ട് മാനേജേഴ്സിന്റെ അടിയിലും ഒത്തിരി വേറെ സബ് ഫണ്ട് മാനേജേഴ്സ് ഉണ്ടെങ്കിലും അതിന്റെ കൂട്ടത്തിൽ ഒരു കംപ്ലീറ്റ് ഡിഫറെന്റ് റിസർച്ച് വിങ്ങും ആക്റ്റീവ് ആയിരിക്കും. ആ റിസർച്ചിനകത്ത് അവര് ഡെയിലി മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത്, ഗ്ലോബൽ ന്യൂസ് എന്താണ് എന്നുള്ള എല്ലാ രീതിയിലുള്ള റിസർച്ച് കാര്യങ്ങളായിരിക്കും ആ റിസർച്ച് ടീം ഈ ഫണ്ട് മാനേജേഴ്സിനെ കൊടുക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു AMCക്കകത്ത് ഉള്ളത് അനലിസ്റ്റുകളായിരിക്കും. അനലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാർക്കറ്റിൽ എന്താണ് നടക്കുന്നതെന്ന് അനാലിസിസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഫണ്ട് മാനേജറിന് എക്സാക്ട് പിക്ചർ കൊടുക്കുക എന്നുള്ളതാണ് ഒരു അനലിസ്റ്റിന്റെ റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഫണ്ട് മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത്. ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്കകത്തുള്ള ഫണ്ട് മാനേജ്മെന്റ് ടീം എന്ന് പറയുന്നത് ഇതാണ്. അതല്ലാതെ എല്ലാ കമ്പനീസിലും ഉള്ള പോലെ തന്നെ സെയിൽസും മാർക്കറ്റിംഗും എന്ന് പറയുന്ന ഒരു ഡിവിഷൻ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിനും കാണും. ഈ സെയിൽസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ട് കസ്റ്റമറിന്റെ അടുത്ത് പോയി സെല് ചെയ്യുകയല്ല, പക്ഷെ ഒരു AMC എന്നുള്ള നിലയ്ക്ക് അവർ ഡിസ്ട്രിബ്യൂട്ടറിന്റെ അടുത്ത് പോയി സംസാരിക്കുക എന്നുള്ളതാണ് ഈ സെയിൽസ് ടീമിന്റെ ഏറ്റവും പ്രധാനമായ റോൾ എന്ന് പറയുന്നത്. അതല്ലാതെ ഈ സെയിൽസ് ടീമിനെ ഡയറക്റ്റ് കോർപ്പറേറ്റ്സിന്റെ അടുത്ത് സംസാരിക്കാനും ഒരു പ്രത്യേക വിങ് കാണും. ഫോർ എക്സാമ്പിൾ ഇൻഫോസിസ് ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇത്രയും ലാർജ് ആയിട്ടൊരു കമ്പനിയാണ്, ഇത്രയും ലാർജ് ഇൻവെസ്റ്റ്മെന്റ്സ് വരുന്ന ഒരു കമ്പനിയാണെങ്കിൽ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനി ഡയറക്ട്ലി അവരെ പോയി അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ടീമും അവർക്ക് കാണും. അപ്പോൾ സെയിൽസ് ടീമായി, ഫണ്ട് മാനേജറായി, ടോപ്പ് മാനേജ്മെന്റായി, ഇനി അതല്ലാതെ നമുക്ക് ഓപ്പറേഷൻസും പ്രോസസ്സിന് വേണ്ടി അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിന് ഒരു ടീം കാണും. കാരണം ഓപ്പറേഷൻസും പ്രോസസ് എന്ന് പറയുന്നത് വളരെ ഹെക്റ്റിക് ആയിട്ടൊരു ജോലിയാണ്. അതിന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു സ്മോൾ സെറ്റ് ഓഫ് ടീം അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിനെ കാണും. അപ്പോൾ ടിപ്പിക്കലി ഇത്രയുമായിരിക്കും ഒരു AMCയുടെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ AMCസിനെ കുറിച്ച് പഠിച്ചു. ഇനി നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് NSEയിലും BSEയിലും ലിസ്റ്റഡ് ആയിട്ടുള്ള 3 AMCs ആണ് നമുക്കുള്ളത്. അതിൽ ആദ്യം ലിസ്റ്റായ AMC എന്ന് പറയുന്നത് HDFC AMC ആണ്. അത് കഴിഞ്ഞ് റിലയൻസ് അല്ലെങ്കിൽ ഇപ്പോൾ നിപ്പോൺ AMC എന്ന് പറയുന്ന AMCയും രണ്ടാമത് ലിസ്റ്റ് ആയിട്ടുണ്ട്. അതും കഴിഞ്ഞ് ഏറ്റവും അവസാനം ലിസ്റ്റ് ആയിരിക്കുന്നത് UTI AMC ആണ്. അത് ഈ കഴിഞ്ഞ മാസമാണ് അതിന്റെ IPO വന്നത്. അപ്പൊ ഇത്രയും 3 AMCs ആണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു AMC ബിസിനസിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഡിറൈവ് ചെയ്യുന്നത് തന്നെ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അതുകൊണ്ട് മാത്രമാണ് ആദ്യം നമ്മൾ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസിനെ കുറിച്ച് സംസാരിച്ച് അടുത്ത എപ്പിസോഡിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മ്യൂച്വൽ ഫണ്ട്സിനെ കുറിച്ച് വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾ അസറ്റ് മാനേജ്മെന്റിന്റെ ബിസിനസ് എന്താണെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അത് മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്ത സൺഡേ മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് കാണാൻ എല്ലാവരും മറക്കരുത്. ഏറ്റവും സിംപ്ലസ്റ്റ് ലാംഗ്വേജിലായിരിക്കും. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.